വെൽക്കം ബാക്ക്. ഞാനിത് ചെയ്യാൻ പോകുന്ന ഡിഷ് എന്തെന്നറിയാമോ? നമ്മൾ ഇറച്ചിച്ചോറ് നമ്മൾ സാധാരണ വെക്കുന്നത് ഒന്നി ബീഫിന്റെ, അല്ലെങ്കിൽ ചിക്കൻ്റെ, അല്ലെങ്കിൽ മട്ടൻ്റെ. ഞാൻ ചെയ്യാൻ പോകുന്നത് പോത്തും ചിക്കനോട് ചേർന്നുള്ള സാധനമാണ്. അടിയിൽ പോത്തും മുകളിൽ ചിക്കനും കുക്കറിൽ പൊളി ഐറ്റമാണ്. എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, നമ്മൾ ഗ്യാസ് കത്തിച്ച് നമുക്ക് ആദ്യം ഈ കുക്കർ വെക്കാം. കുക്കറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ബീഫ്, വേവ് കൂടിയ സാധനം ബീഫാണ്. ബീഫ് നമ്മൾ 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതേപോലെ 1 കിലോ അരി എന്ന് വെച്ചാൽ കൈമാരിയാണ്. 1 കിലോ അരി നമ്മൾ കോർത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നേരം വെള്ളത്തിട്ട് വെള്ളം കഴുകി വെച്ചാൽ മാത്രം മതി. കോർത്ത് അത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ 4 പീസിന്റെ ചിക്കന്റെ കാല്, 4 പീസിന്റെ കാലും 1/2 കിലോ പോത്ത്. അത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ബിരിയാണി കട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോത്ത് ഇതിലിടാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പോത്തിൻ്റെ വലിയ പീസ് ബിരിയാണി കട്ട് പീസ് ഇട്ട് കഴിഞ്ഞ് ലേശം തൈര് ഇതിലൊഴിക്കുകയാണ്. അപ്പോൾ മഞ്ഞപ്പൊടി ഇടാം, ലേശം മഞ്ഞപ്പൊടി. നമ്മൾ മഞ്ഞച്ചോറാണ്, അത് ഇറച്ചിച്ചോറാണ്. ഒരു പൊടിക്ക് കൂടികൾ ഇരുന്നാലും കുഴപ്പമില്ല. മഞ്ഞപ്പൊടി. അപ്പോൾ ഉപ്പിടാം, ലേശം ആവശ്യത്തിന് ഉപ്പ്. മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി മല്ലിപ്പൊടി ദോശ ഇതിൽ ചേർക്കണം, എങ്കിലും ഇത് പിടിക്കുള്ളൂ. സാധാരണ നമ്മൾ ബീഫ് പുരട്ടി ഈ സാധനമെല്ലാം പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ നല്ല സൂപ്പറായിരിക്കും. ഇതാ നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടിയിലിടാം. നമ്മുടെ മുളക് പൊടി, ലേശം വെളുത്തുള്ളി, ലേശം ഇഞ്ചി, ലേശം പച്ചമുളക്, ലേശം വെളിച്ചെണ്ണ. അതായത് ഇറച്ചി ചോറ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ബീഫോ പോത്തോ അല്ലെങ്കിൽ പോത്തോ മട്ടനായിരുന്നാലും നമ്മൾ ഈ മസാലയിൽ വെള്ളം ചേർത്തിട്ട് ചോറിൻ്റെ അളവിനുള്ള വെള്ളം ചേർത്ത് ആ വെള്ളത്തിൻ്റെ സൂപ്പ് എടുത്തിട്ട് അതിലാണ് റൈസ് വയ്ക്കുന്നത്. നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ ബീഫും അതായത് പോത്തും മുകളിൽ ചിക്കനും 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ വെള്ളം ചേർക്കാതെ ഇതൊന്ന് വേവിച്ച് മാറ്റിയാണ് ആദ്യം നമുക്ക് പരിപാടി. ഇതിൽ ലേശം ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിതിൻ്റെ സത്ത് ഇതിൻ്റെ ഇതിൽ നിന്ന് പിടിക്കണം എങ്കിൽ ഓക്കെ. നമ്മൾ ഇനി ഇത് അടയ്ക്കാൻ പോകുന്നത് വലിയ പീസാണ്. നമുക്കൊരു 6 ഫിസിൽ കേൾക്കണം. എന്നിട്ട് നമ്മൾ ഇതിന് എല്ലാ മസാല ഈ രണ്ടിനും കൂടെ ഒരുമിച്ച് മസാല അടിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞാൽ നമ്മൾ ഇത് കത്തിച്ചു. ഇനി ഇത് ഫിസിൽ കേൾക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കുള്ള ഫിസിലായി കഴിഞ്ഞു. നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. 6 ഫിസിലായി. ഇത് വെന്തോ നോക്കിയിട്ട് ബാക്കി ഇതിൽ തന്നെ ചിക്കൻ്റെ ബീഫിൻ്റെ മസാല അടി. ഓക്കെ, അടിച്ചതിന് ശേഷം അടിയിൽ നമ്മൾ ആ മസാലയിൽ ബീഫ് ഇട്ടതിന് ശേഷം നമ്മളെ 1 കിലോ കൈമാരി അതിൻ്റെ മുകളിലിടും. അതിനുശേഷം ചൂടുവെള്ളം ഞാൻ അതിൻ്റെ അളവിന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അളവിനുള്ള ചൂടുവെള്ളം. അതായത് നമ്മൾ ഒന്നിനാണ് ചേർക്കണം, 1 മതി. ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് 2-3 ഫിസിൽ വേണം. തീ കുറച്ചിടാം. അപ്പം നമ്മൾ ആദ്യം ഇത് വെന്താൻ നോക്കണം. അതിന് വെയിറ്റ് ചെയ്യാം. ബീഫ് 6 ഫിസിലായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ എയറൊക്കെ പോയി നമ്മൾ തുറന്നു നോക്കാം. എയർ കറക്റ്റായി പോയിട്ട് മാത്രമേ തുറക്കാവൂ. അത് തുറക്കുകയാണ്. ഒരു 1/2 വേവിന് മുകളിൽ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മതി. കാരണം ഈ സാധനം നമ്മൾ മസാല അടിച്ചതിന് ശേഷം അടിയിലത്തെ ലെയറിൽ കുക്കറിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ റൈസ് തട്ടിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഇതിന് കണക്കായിട്ടുള്ള ഉപ്പും ചേർത്ത് അതേപോലെ തന്നെ അതിൽ ലേശം 2-3 കുരുമുളകും ഒരു ഗ്രാമ്പും എന്തൊക്കെ സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ സാധാരണ ഇടുന്ന ബിരിയാണിയുടെ സാധനം അതിലിടും. അതിനുശേഷം നമ്മൾ ആ വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നു. ഇതിൻ്റെ മുകളിൽ ഈ ചിക്കൻ്റെ മസാല അടിച്ച് ഇതിൻ്റെ മുകളിൽ ഇടുന്നു. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇനി നമ്മൾ മസാല അടിക്കാൻ പോവുകയാണ്. ഇതിൽ നിന്ന് ഊർന്നിറങ്ങിയ വെള്ളം നമുക്ക് വേണ്ട. ഓക്കെ, നമ്മളിപ്പോൾ രണ്ടിൻ്റെ അതായത് ചിക്കൻ്റെ ബീഫിൻ്റെ മസാല അടിക്കാൻ പോവുകയാണ്. തീ കത്തിച്ചു. നമ്മൾ അതേ കുക്കറിൽ തന്നെ നമ്മൾ നേരത്തെ ഇതിലാണ് നമ്മൾ ബീഫ് വേവിച്ചത്. അതേ കുക്കറിൽ തന്നെ നമ്മൾ മസാല അടിക്കുകയാണ്. ഓക്കെ, ചൂടാവട്ടെ. അപ്പം നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചിക്കൻ്റെ ബീഫിനുള്ള സവാള ഏകദേശം 1/2 കിലോളം സവാള നമ്മൾ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിടെയാണ്. ലേശം ഉപ്പ്, ലേശം മഞ്ഞപ്പൊടി. നല്ലൊരു ഇളക്കി നല്ല ബ്രൗൺ കളർ ആവണം. 2-3 പാത്രത്തിൽ
ചെയ്യാം, ഒരു പാത്രത്തിൽ ചെയ്യാം. ഏറ്റവും എളുപ്പം ഇതാണ്. വേവ് കൂടുതലും ഈ ബീഫ് നമ്മൾ എത്ര ഇതായിരുന്നാലും വെന്ത് ഇങ്ങനെ വിട്ടു പോകില്ല. നമുക്ക് വേണ്ടത് വെന്ത് നല്ല പശ ഇങ്ങനെ അതേപോലെ ടെൻഡർ ആവണം, അടിപൊളി. അതിന് വേണ്ടി നമ്മൾ എന്തിനാണ് ചെയ്യാൻ പോണത്, നമ്മൾ ഇതിന്റെ അടിയിൽ ഈ ബീഫിന്റെ മസാല അടിച്ച ബീഫിനെ അങ്ങ് വെച്ചിട്ട് ഈ റൈസ് നേരെ എടുത്ത് അതിൽ തട്ടും. ഇതിന്റെ അളവ് 1 കിലോയ്ക്ക് ഇതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ ലേശം മഞ്ഞപ്പൊടി, ലേശം കുരുമുളകും, ലേശം ഏലക്കയും കൂടെ ഇട്ടിട്ട് ആ സാധനം ഞാൻ റെഡിയാക്കി വേറൊരു അടുപ്പിൽ വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഇഞ്ചി ചേർക്കാം. 2 മസാലകളുള്ള ഇഞ്ചിയാണ്, ഒരു ചെറിയ പീസ് ഇഞ്ചി മതി. വെളുത്തുള്ളി ചേർക്കാം. ഇത് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇത് ലേശം എരിവുള്ള ഉണ്ടൻ പച്ചമുളകാണ്. 2-3 പച്ചമുളക്. ലേശം ക്യാരറ്റും ചേർക്കാം. പിന്നെ നമ്മൾ ഇതിൽ വേറൊരു സംഭവം നമ്മൾ ചേർക്കുന്നുണ്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരി. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി സാധാരണ ബിരിയാണിയിൽ വെക്കുന്നത് നമ്മൾ വറുത്ത് അതിൻ്റെ നെയ്യിൽ കോരി അതിൻ്റെ മുകളിലിട്ട് ഗാർണിഷ് ചെയ്യും. നമ്മളെ പരിപാടി ഇതില്ല. നമ്മൾ ഇതിൽ തന്നെ ചേർക്കണം, ഈ മസാലയിൽ തന്നെ. ഇതിൽ കിടന്ന് എല്ലാം കൂടെ അന്ന് നല്ല അടിപൊളിയായിട്ട് വരും. അണ്ടിപ്പരിപ്പ് മുന്തിരി 50 ഗ്രാം വെച്ച് 50 ഗ്രാം, അങ്ങനെ 100 ഗ്രാം. ഇതാ അതിൻ്റെ പച്ചച്ചവയൊന്ന് മാറി വരുമ്പോൾ നമ്മൾ ഏകദേശം പച്ചച്ചവയെല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിനി സാധനങ്ങൾ ചേർക്കാം. ലേശം മല്ലിപ്പൊടി 1, 2, 3 സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി 1, 2, 2.5 സ്പൂൺ. നമ്മൾ നേരത്തെ ലേശം വെച്ചിരുന്ന തൈരിൻ്റെ ബാക്കി നമ്മൾ തക്കാളി കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. എൻ്റെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട്. അതായത് നമ്മളെ സാജീരകം, ചെറിയ ജീരകം, കുരുമുളക് 3 കൂടെ ചേർത്ത് പൊടിക്കുകയാണ്. സാജീരകം കൂടുതലും, ചെറിയ ജീരകം നമ്മൾ കുറച്ചും, കാൽഭാഗവും, പിന്നെ കുരുമുളകും അതേപോലെ കൂടുതലും. ആ സാധനം ഞാൻ ലേശം നമ്മളെ മസാല ഇതാ നല്ല സൂപ്പർ മണമാണ്. 2-3 മസാല ചേർക്കുന്നുണ്ട്. അതേപോലെ ഗരം മസാല, നമ്മളെ സാധാ ഗരം മസാല പൊടിച്ചത്, അതും ഇതാ 1. ഇത്രയും ഗരം മസാല ചേർക്കുന്നത്. മസാല ലേശം മുന്നിലിരുന്നാലേ ഇതിൽ പിടിച്ചാൽ ടേസ്റ്റ് ഉള്ളൂ. തക്കാളി ഒരുപാട് വേവണ്ട, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നത്. തക്കാളി നേരത്തെ കിടന്നാൽ വെന്ത് ഇതായി പോവും. തക്കാളി ചേർക്കാം. ഒരു 3 തക്കാളി, വലിയ 3 തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ചേർത്താൽ ജസ്റ്റ് ഒന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞാൽ മാത്രം മതി. അപ്പം പരുവായി. ഇനി നമുക്ക് ഒരു 100 ഗ്രാം പൊതിഞ്ഞില, മല്ലിയില, അതേപോലെ രമ്പയില. രമ്പയില നമ്മളിവിടെ നിന്ന് നമ്മളെ വിളയിൽ നിന്ന് ഉടച്ചെടുത്ത സാധനം, ഒടിച്ച് പറിച്ചെടുത്ത സാധനമുണ്ട് രമ്പയില. നമ്മൾ ബിരിയാണിയിലാണെങ്കിൽ 2 ആയിട്ട് ചെയ്യും. രമ്പയില. കരിവേപ്പില നമ്മളതാ ഇവിടെ ഉണ്ടായിരുന്ന കരിവേപ്പിലയാണ്. കരിവേപ്പില അതേപോലെ നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. ഒരു തുള്ളി വെള്ളം നമ്മളിത് ചേർക്കല്. എല്ലാം ഒരുമിച്ചിട്ട് വേഗമുണ്ട്. ഇതിൽ ആവശ്യമില്ലാതെ വെള്ളം ചേർത്താൽ നമ്മൾ ഉദ്ദേശിക്കും പോലത്തെ ഒരു രീതിയിൽ വരില്ല. അപ്പം നമ്മൾ നേരത്തെ പുളി കുറഞ്ഞ തൈരാണ് നമ്മൾ ഒഴിച്ചത്. ലേശം നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്, നാരങ്ങ നീര്. ഓക്കെ, നാരങ്ങ നീര് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതിനെ കുരു വീഴുന്നാൽ കഴിക്കും. ഇതാ ഒരു ചെറിയ നാരങ്ങയുടെ നീര്. ഇനി നമ്മളിതിലേക്ക് ഈ ഒരു കുക്കറിൽ തന്നെ എല്ലാം ചെയ്യാൻ പോവുകയാണ്. ആദ്യം ബീഫാണ് ഇതിൽ ഇടാൻ പോണത്. ഇത് ചിക്കന് വേണ്ട മസാല നമ്മൾ അവിച്ച് വെച്ച ബീഫ് ഇടണേ. ഇതൊന്ന് മസാലയിൽ ജസ്റ്റ് ഇളവിയാൽ മതി. ബാക്കി ചോറിൻ്റെ ഇടയിൽ കിടന്ന് വെന്തോളും. ഞാൻ 1/2 കിലോ ബീഫ് നമ്മൾ മസാലയൊക്കെ ചേർത്ത് കുക്കറിൽ വേവിച്ച സാധനം ഇട്ടു. നമ്മളെ മസാല ഒരുമിച്ച് അഴിച്ചിട്ട് ചേർത്തു. ഇനി ഇതിൽ വെള്ളം ചേർക്കണ്ട. ഈ സാധനം നമ്മളിങ്ങനെ കിടക്കുമ്പോഴാണ് ഈ അരി തട്ടിയിട്ട് വെള്ളം ഒഴിക്കാൻ പോകുന്നത്. അപ്പം എന്താ ബീഫ് ഇതിൽ കിടന്ന് പിടിച്ച് കഴിഞ്ഞാൽ ബീഫ് മാറ്റുകയാണ്. മസാലയും ബീഫും മാറ്റുകയാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ മസാലയാണ്. ചിക്കന് 4 പീസ് കണ്ടല്ല, ഇതേപോലത്തെ മുതുക്ക് 4 കോഴിയുടെ കാല് ഇത് വയ്ക്കണം. എന്നിട്ടാ അതിൻ്റെ മസാല ഇടയാണ്. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ 4 പീസ് ചിക്കൻ 4 പീസ് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കിടന്നൊന്ന് മസാല പിടിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കി ആ ചോറ് കൂടെ തന്നെ വേവയാണ്. നമ്മൾ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഹെവിയാണ് സാധനം. ഇതാ നമ്മൾ 1/2 കിലോ മസാല ഉണ്ടാ, 1/2 കിലോ പീസ്, 1/2 കിലോ വലിയ, അതായത് നമ്മൾ ബിരിയാണി കട്ട് പീസാണ് ഇട്ടേക്കണത്. ആ 1/2 കിലോ പീസ്. അതേപോലെ തന്നെ 4 പീസ് ഡ്രം സ്റ്റിക്കിൻ്റെ ഈ 4 പീസും റെഡി ആയിട്ടുണ്ട്. റെഡി ആയി കഴിഞ്ഞാൽ ഇതിലിട്ടിട്ട് നമ്മൾ ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട. കാര്യം ചോറിൽ കിടന്ന് വേവാനുള്ളതാണ്. ഇത് നിങ്ങൾ വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ ഇറച്ചി ചോറ് വയ്ക്കുമ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചോറിൻ്റെ ഭാഗത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മട്ടയരി ചെയ്യും.
അങ്ങോട്ട് കണ്ണൂർ, കാസർഗോഡ്, ഈ കോഴിക്കോട് ഭാഗത്ത് ചെയ്യണത് കൈമാരി. ഞാൻ അതേ കൈമാരി കോഴിക്കോട് ഭാഗത്ത് ചെയ്യണത് കൈമാരിയിലാണ് ഞാൻ ചെയ്യണത്. ഇത് 5 കിലോ കുക്കറാണ്, 5 കിലോ കുക്കർ. ഇതിൽ ബറാബർ നിൽക്കും സാധനം. അപ്പം നമ്മളെ ചിക്കൻ ഇത് മതി, ഇത്രയും മതി കേട്ടോ. കൂടുതലിട്ട് ചിക്കൻ ആവണ്ട, ജസ്റ്റ് കിടന്നൊന്ന് പിടിക്കണം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടെ കിടക്കിട്ട് ആയിട്ടില്ല. വലിയ പീസാണ്, മുതുക്ക് കോഴിയാണ്, മുതുക്ക്. അപ്പോൾ നമ്മളെ ബിരിയാണിക്കുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച വെള്ളമാണ്, അത് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി പറവറ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പോവുകയാണ്. ചിക്കൻ ഇത്ര ആവുള്ളൂ, ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. 2, 3, 4 പീസും അതിൻ്റെ മസാലയും. ലേശം നെയ്യ് ഒഴിക്കുകയാണ്, ലേശം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കാര്യം എന്നറിയാമോ, ഇനി ഈ സാധനം മൊത്തവും കളി വേറെ കളിയാണ്. അപ്പോൾ കണ്ടല്ലോ, ഇറച്ചി ചോറിന് 2 ഐറ്റമാണ്. 1 കിലോ ഇറച്ചി ചോറിൽ കയറുന്ന സാധനം, 1/2 കിലോ പോത്തും 4 മുതുക്ക് പീസ് ചിക്കൻ്റെ കൂടെ ഒറ്റ കുക്കറിൽ ഈ 2 സാധനം കൂടെ ഞാൻ ചെയ്ത് നോക്കുകയാണ്. എന്തായിരുന്നാലും അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഇത് കഴിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം എണ്ണ തിളച്ചു കഴിഞ്ഞു, പോത്തിടാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിക്കണം. പോത്ത് ഓൾറെഡി നമ്മൾ മസാല ഇട്ട പോത്താണ്, മസാല റെഡിയാക്കി വെച്ചിരുന്ന പോത്താണ്. ഇതാ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എത്ര വയ്ക്കുക. ഈ റൈസ് 1 കിലോ റൈസ് ജസ്റ്റ് കോത്തിയ സാധനം ഇതാ ഇതേപോലെ അങ്ങ് തട്ടുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. വെള്ളം ഒന്ന് മാത്രമേ ഒഴിക്കാവൂ. ഞാൻ ലേശം കൂടുതലിട്ടുണ്ട്, ഇങ്ങനെ ഒഴിക്കുമ്പോൾ അറിയാൻ പറ്റും. അതാ നോക്കിക്കോ, ഞാൻ വെള്ളം ഒഴിക്കുന്ന അളവ് നിങ്ങൾ നോക്കിക്കോ. വെള്ളത്തിൽ ഇതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക്. വെള്ളം ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ വെള്ളം മുങ്ങി നിന്നാൽ മതി. നല്ല തിളയ്ക്കുന്ന വെള്ളമായിരിക്കണം, തിളച്ച വെള്ളമായിരിക്കണം. നമുക്ക് 1.5 വെക്കേണ്ട സമയത്ത് 1 വെച്ചുള്ള കുക്കറിലായുണ്ട്. ഇനി അടുത്തതാ ഫൈനൽ പരിപാടി. ഇതാ കണ്ടല്ലോ, അതിന് മുന്നേ നമുക്ക് ലേശം നമ്മുടെ കയ്യിൽ കുറച്ച് ലേശം നെയ്യുണ്ട്, അതും കൂടെ ഇതിനെ ഒഴിക്കാം. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞു. ഇതാ ഇങ്ങനെ പതുക്കെ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇതാ ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ തന്നെ ഇരിക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലത്തെ കമ്പോ കൊണിയോ നിങ്ങളിൽ എന്തെങ്കിലും കാണുമല്ലോ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ചെറിയ ഹോള് പോലെ ഒന്ന് അനക്കി കൊടുക്കുക. നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഈ വെള്ളം ഉണ്ടല്ലോ, ഇത്രയുള്ള പരിപാടി. ഇനി നമ്മളിത് അടയ്ക്കണം. ഓൾറെഡി ഇതിൻ്റെ അകത്ത് പ്രഷറുണ്ട്. അടച്ചിട്ട് നമ്മൾ 3 പിസിൽ തീ കുറച്ച് 3 പിസിൽ 20 മിനിറ്റ് ഈ സാധനം ഇരിക്കണം. 20 മിനിറ്റ് കഴിഞ്ഞാൽ തുറക്കാവും. ഞാൻ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഈ സാധനം ഒരു പുളപ്പൻ സാധനമായിരിക്കും. അതായത് അടിയിൽ ബീഫും മുകളിൽ ചിക്കനാണ്, ചിക്കൻ്റെ കാല്. പിള്ളേർക്ക് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കിടുക്ക സാധനമാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേ ഗ്യാസ് എല്ലാം കഴിഞ്ഞു. നമ്മളെ പിസിൽ ഞാൻ പറഞ്ഞ പോലെ കേട്ടു. 20 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുകയാണ്. 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ നോക്കല്ലതാ കണ്ട, ആദ്യം ഉണ്ടാ സെറ്റാണ്, സെറ്റ്. ചോറൊക്കെ കറക്റ്റ് വേവാണ് കേട്ടോ, കറക്റ്റ് വേവാണ് ചോറ്. നമ്മളെ ചോറ് കറക്റ്റ് വേവാണ്. ഇതാ ചിക്കനൊക്കെ കണ്ട നല്ല സൂപ്പർ ടെൻഡർ ആയിട്ടുണ്ട് ചിക്കൻ. ഒരു പീസ് ചിക്കൻ ഞാൻ ചൂടോടെ പിടിക്കും, ഇതാ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ബീഫ് എടുക്കാം. ബീഫ് നമുക്ക് എത്ര മതിയാടേ? നിനക്കാണ് എടുക്കണം നമ്മളെ ക്യാമറമാൻ, മതിയാ? അവനാണ് ഇതെടുത്ത് വെച്ചിരുന്നത്. ഇത് ഞാൻ കുക്കറോടെ വീട്ടിൽ കൊണ്ട് കഴിക്കും. വൈഫ് കാത്തിരിക്കുന്നു, സമയമായി. പപ്പടം ഇവിടെ വയ്ക്കാം, സലാഡ് ഇവിടെ വയ്ക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ആദ്യം ജസ്റ്റ് കഴിച്ചു നോക്കിയിട്ട് നമ്മളെ പയ്യൻ കഴിക്കുന്നതായിരിക്കും. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ മസ്റ്റ് ട്രൈ ചെയ്തേ പറ്റുള്ളൂ. അടിയിൽ പോത്തും മുകളിൽ ചിക്കനും. നമ്മൾ പോത്തിൻ്റെ വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി. പച്ചവെള്ളത്തിൽ ചൂടാക്കി മഞ്ഞൾപ്പൊടിയും മറ്റേ സാധനം ഇട്ട് ഉപ്പിട്ട് വെച്ചാൽ പുളപ്പെന്ന് വെച്ചാൽ പുളപ്പ്. ഇങ്ങനെ പപ്പടം ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ പൊടിക്കണം. ഇങ്ങനെ പൊടിച്ചിട്ട് ഈ സാധനം ചിക്കൻ്റെ പീസ് ഇവിടെ നിന്ന് എടുക്കണത് ഇങ്ങനെ എടുത്തതാ. ഇങ്ങനെ എടുത്തതാ. ഇത് രണ്ടും കൂടെ ഇങ്ങനെ വെച്ചിട്ടതാ ഒരു പിടി. സൂപ്പറാണ്, സൂപ്പർ. ഇതേപോലെ തന്നെ പോത്തിനും കഴിക്കാം. ഒരു വെടിക്ക് 2 പക്ഷി. ആൾക്കാർ നമ്മളെ ഫാമിലി ആയിട്ട് നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഒരു 5 പേരോ 6 പേരോ അത് 7 പേര് കഴിക്കാം. വന്നാൽ 1 കിലോ കൈമ റൈസും ഇത്രയും സാധനം ഉണ്ടെങ്കിൽ സുഭിക്ഷം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.